പാൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ഭാരത്തോടു കൂടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ഇടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ തലമുറകളുടെ പോക്ക് എങ്ങോട്ടാണ്? നാളത്തെ ഭാവി അവരുടെ കയ്യിലാണ് അല്ലേ? നമ്മുടെ തലമുറകൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ സേഫാണ്, വേറെ ഉള്ള കുഞ്ഞുങ്ങളല്ലേ. അങ്ങനെ ചിന്തിക്കരുത് സഹോദരങ്ങളെ. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ഉണർന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, കർത്താവ് ആ ക്രൂശിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോഴും കർത്താവിനെ ചൊല്ലി കരയുമ്പോൾ യെരൂശലേം പുത്രിമാരോട് പറയുന്നുണ്ട്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയുവിനെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ തലമുറകളുടെ പോക്ക് എങ്ങോട്ടാണ്? ഒരു സ്നേഹമില്ല, തമ്മിലൊരു സ്നേഹമില്ല. ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി ഹല്ലേലൂയ സ്നേഹം നടിച്ച് വൈരാഗ്യം കാണിച്ച് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോയി ഹല്ലേലൂയ കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുക, കൂട്ടം ചേർന്ന് ഉപദ്രവിക്കുക. നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാൽ എവിടെ നമ്മൾ നമ്മൾ ഓപ്പൺ ചെയ്ത് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കാൻ ശ്രമിച്ചാലും അതിലെല്ലാം അക്രമങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കതിന് ചുമതലയുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തിലുള്ള തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ അനേക കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് മറന്ന് നമ്മൾ ജീവിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. ഓരോ തലമുറകളും. ഞാൻ ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ ചില സമയം എനിക്ക് കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് ചില സമയം സഹിക്കാൻ പറ്റില്ല. വിളിച്ചുകൊണ്ട് പോയിട്ട് കുഞ്ഞുമക്കളാണ്, ഒരു 19-20 വയസ്സുള്ള കുഞ്ഞുമക്കൾ, ഒരാൾ വിളിച്ചുകൊണ്ട് പോയിട്ട് 5-6 പേര് കൂട്ടം ചേർന്ന് ഉപദ്രവിക്കുക. ആ ഉപദ്രവിക്കപ്പെടുന്ന കുഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അവൻ ദയയ്ക്ക് യാചിക്കുകയാണ്. പക്ഷേ അവിടെ അവന് ദയ കിട്ടുന്നില്ല അല്ലേ? എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലുണ്ടല്ലോ, കർത്താവിൻ്റെ കരം അവിടെ വെളിപ്പെടും. അങ്ങനെയുള്ള അക്രമങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അസാധാരണമായ കരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കും. എനിക്കത് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം പറഞ്ഞ മക്കൾ യഹോവ നൽകുന്ന അവകാശോദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. അത് വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കളെന്ന കർത്താവ് പറയുന്നത്. നമ്മളെ മക്കൾ നശിച്ചു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ലോകമെമ്പാടുമുള്ള സകല കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയാൻപുള്ള കർത്താവെ, ഏൽപ്പിച്ച അങ്ങയുടെ കരങ്ങളിൽ കർത്താവെ സകല കുഞ്ഞുങ്ങളെയും കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. സകല കുഞ്ഞുങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഹല്ലേലൂയ, ഹോസ്റ്റലുകൾ, കർത്താവെ എവിടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, ആൺകുട്ടികളെ പെൺകുട്ടികൾ, സകലരെ അങ്ങയുടെ കരങ്ങളിൽ കൈമാറി അവരെ യൗവനം തുച്ഛീകരിക്കപ്പെടും അനുവദിക്കല്ലേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും കാവലും കുഞ്ഞുങ്ങളുടെ മേലുണ്ട്. അവരെ അനുഗ്രഹിക്കണം. അവരുടെ പഠിത്തത്തിൽ മികവ് കാണിച്ച് അവർ മുന്നേറുവാൻ, സ്നേഹത്തിൽ അവർ വളരുവാൻ, ദൈവത്തെ അവർ കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരകുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം. അനുഗ്രഹിക്കുന്നു. ആമേൻ.